ഞാൻ ആദ്യം വായിച്ച തലക്കെട്ട് 16-കാരിയെ ചായ കുടിക്കാൻ കൊണ്ടുപോയി മയക്കുമരുന്നും ലഹരി വസ്തുക്കളും നൽകി 6 പേർ അറസ്റ്റിൽ എന്നാണ് ആ തലക്കെട്ട് ആദ്യം ഞാൻ വായിച്ചത്. എനിക്ക് വലിയ കൗതുകം തോന്നിയിരുന്നു അത് വായിച്ചപ്പോൾ. ഇത് ചെയ്ത ആ ക്രൂരത പ്രവർത്തിച്ചവരോട് വലിയ ദേഷ്യവും, ആ ദേഷ്യവും ക്രൂരത പ്രവർത്തിക്കലിൻ്റെ ആ തെറ്റുമൊക്കെ അവിടെ തന്നെയുണ്ട്. പക്ഷേ ആ വാർത്ത തുടർന്ന് വായിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒന്ന് മനസ്സിരുത്തി വായിക്കുമ്പോഴാണ് അർദ്ധരാത്രിയിൽ 11 മണിക്ക് ചായ കുടിക്കാൻ വിളിച്ച സുഹൃത്തിനോടൊപ്പം എന്ന് പറഞ്ഞിട്ട് ആ സംഗതിയിലേക്ക് കിടക്കുന്നത്. ഞാനൊരു കുറേ വർഷങ്ങളായി ഈ പല സ്കൂളുകളിൽ ടീനേജേഴ്സിൻ്റെ ഇടയിലൊക്കെ പലതരത്തിലുള്ള സ്പീച്ചുകളൊക്കെയായി പോകാറുണ്ട്. എല്ലാ സ്പീച്ചിലും എല്ലാ കുറ്റകൃത്യങ്ങളിലും എപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയാറുള്ളൊരു പോയിൻ്റാണ്, പല ക്രൈമുകളിലും ഈ കുറ്റവാളികൾ കാണിക്കുന്ന ഏറ്റവും മാരകവും ഹീനവുമായ കുറ്റകൃത്യങ്ങളോടൊപ്പം വിക്ടിംസ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇരയുടെ പങ്ക് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആ ഇരയുടെ ഒരു കാൽവെപ്പ് തെറ്റിപ്പോവുക, പിഴച്ചു പോവുക, ആ കാൽവെപ്പിനെ വിശ്വാസമെന്നും സ്നേഹമെന്നും ഒക്കെയുള്ള വാക്കിൽ ആത്മാർത്ഥത കൊണ്ടൊക്കെ അടയാളപ്പെടുത്തുക. ഈ ഒരു പ്രവണത ഒട്ടുമിക്ക ക്രൈമുകളിലും ഇത്തരം കുറ്റകൃത്യങ്ങളിലും കാണുന്നു എന്നുള്ളത് ആവർത്തിക്കപ്പെടുന്ന ഒരു ദുരന്തമാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് വീണ്ടും വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഈ ഏത് കുറ്റകൃത്യങ്ങളിലും ഒരാളിൻ്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്ന് പറയുന്നത് എല്ലാ ഭരണകൂട സംവിധാനങ്ങളും കോടതിയും ഗാർഡിയൻസ് ഓഫ് ദ സൊസൈറ്റിയും എല്ലാം ഉള്ളതിനോടുകൂടി തന്നെ അവരവരുടെ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വം. ആ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് പിഴയ്ക്കുന്നത് മുതൽ ആരംഭിക്കുകയാണ് അതിൻ്റെ റിസ്ക്. ആ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് കറക്റ്റായി തീരുമാനിക്കുന്നവർക്ക് അവരുടെ മേലെല്ലാം ഈ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രണയ അഭ്യർത്ഥന ഉണ്ടാകാറുണ്ട്, സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട്, പോകാൻ വിളിക്കാറുണ്ട്, കാണാൻ വിളിക്കാറുണ്ട്, ഇരിക്കാൻ വിളിക്കാറുണ്ട്, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അവരെ അതിൽ നിന്ന് തടയുന്നത് അല്ലെങ്കിൽ ആ ക്രൈം ഉണ്ടാകാതിരിക്കുന്നത് അവരുടെ ആ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡിൽ അവർ ആ മൊമെൻറ്റിൽ എടുക്കുന്ന ഏറ്റവും കറക്റ്റായിട്ടുള്ള ഉചിതമായിട്ടുള്ള തീരുമാനം കൊണ്ടാണ്. അത് ഏറ്റവും പ്രധാനമാണ്. മക്കളോടാണ് ഈ പറയുന്നത്, സ്ത്രീകളോടാണ് ഈ പറയുന്നത്. ഇപ്പോൾ പുരുഷന്മാർക്ക് എണിയിൽപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുക, അത് വളരെ കുറച്ചാണ്. എന്ന് പറഞ്ഞാൽ ഈ നിരന്തരം സാമ്പത്തിക തട്ടിപ്പുകളാകട്ടെ, പണാപഹരണങ്ങളാകട്ടെ, അത്തരം കാര്യങ്ങളൊക്കെയും ഈ പറഞ്ഞതുപോലെ സംഭവിക്കുന്നതെല്ലാം അതിൻ്റെ ചുവടുവെപ്പ്, അതിൻ്റെ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് തെറ്റിപ്പോകുന്നത് പലപ്പോഴും ഇരയാക്കപ്പെടുന്നവർക്കാണ്. മാനന്തവാടിയിലെ സംഭവത്തിലും അങ്ങനെയാണ്. ഇനി പണ്ടൊക്കെ വളരെ പ്രശസ്തമായ ഏത് കേസുകളെടുത്ത് നോക്കിയാലും, ഞാനൊരു കാലത്ത് ആ കേസുകളുടെ പരമ്പര ഇങ്ങനെ ഞാൻ സ്ക്രീൻ ചെയ്യുമായിരുന്നു. അതിലൊരു കേസിൽ മാത്രമാണ് ഞാൻ കണ്ടത് ആറ്റിങ്ങലോ ആലങ്കോടോ മറ്റോ ആണെന്ന്. ഒരു കുഞ്ഞിനോട് ഒരു ടയർ പഞ്ചറായി എന്ന് പറഞ്ഞൊരുത്തം വന്ന് ഇത്തിരി വെള്ളം തരുമോ എന്ന് ചോദിച്ച് കുഞ്ഞ് അടുക്കളയിലേക്ക് കയറി അതെടുക്കാൻ കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് അവളെ ഉപദ്രവിച്ച ഒരു സംഭവം. അന്ന് ആ ഒരു സെറ്റ് ഓഫ് ക്രൈമിൽ ഒരെണ്ണം മാത്രമാണ് കേട്ടത്. ബാക്കി എല്ലാ കേസുകളിലും ഈ പറഞ്ഞതാണ് സ്ഥിതിവിശേഷം. ഈ മാനന്തവാടിയിലെ കേസ് വായിച്ചപ്പോഴും എനിക്ക് തോന്നിയ ഈ കാര്യം എഗെയിൻ റിപ്പീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതുകൊണ്ടാണ്. ഇപ്പം നിങ്ങളൊരു മൊബൈൽ ഫോണും അതിൻ്റെ വിൻഡോയും ഇനി വീട്ടുകാരാര് വിചാരിച്ചാലും നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത അത്രയും വാതിലുകൾ തുറന്നു കിടക്കുന്ന ലോകത്താണ് ജീവിക്കുന്നത്. അവരെല്ലാം നിങ്ങൾക്ക് ചതിക്കാം, അവരെല്ലാം നിങ്ങൾക്ക് പറ്റിക്കാം, അവരെല്ലാം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അവരെല്ലാം വളരെ റീസണബിളായി നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. ഇതൊക്കെ മാനേജ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിഷൻസ്, നിങ്ങളുടെ വകതിരിവ്, നിങ്ങളുടെ ലോജിക്ക് അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ദുരന്തമാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാർത്തകളൊക്കെ മനുഷ്യർക്ക് ആസ്വദിക്കുകയായിരിക്കും ഒരുപാട് പേര്. അപ്പോൾ ഈ വാർത്ത ഇട്ടിരിക്കുന്ന പോസ്റ്റിന് താഴോട്ട് നോക്കുന്ന കമൻറ്റ് വായിച്ച് നോക്കിയാൽ ഈ ഇരയായ മകളെ ഏറ്റവും ക്രൂരമായി സംസാരിക്കുന്ന ഭാഷയിൽ അങ്ങനെയാണല്ലോ സാമൂഹ്യ മാധ്യമം. അപ്പോൾ അതുകൊണ്ട് ഇനിയും ആ വഴിയെ സഞ്ചരിക്കുന്നവരോടാണ് ഈ കാര്യം ഞാൻ പറഞ്ഞത്.